ഹലോ എവരി വൺ, വെൽക്കം ടു ആസ്പിറൻസ് അക്കാഡമി. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് SCERT ക്വസ്റ്റ്യൻസിലൂടെ പോകാം. ഭൂമിയുടെ അച്ചുതണ്ട് ലംബതലത്തിൽ നിന്നുള്ള ചരിവ് എന്താണ്? ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്നുള്ള ചരിവ് എത്രയാണെന്ന് ചോദിച്ചാൽ 23 ഹാഫ് ഡിഗ്രിയാണ് കേട്ടോ. 23 ഹാഫ് ഡിഗ്രിയാണ് ലംബതലത്തിൽ നിന്നുള്ള ചരിവ്. അങ്ങനെയാണെങ്കിൽ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവാണെങ്കിലോ, ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിലുള്ള ചരിവ് ചോദിച്ചാൽ അത് 66 ഹാഫ് ഡിഗ്രിയാണ് കേട്ടോ. പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് 66 ഹാഫ് ഡിഗ്രി, ലംബതലത്തിൽ നിന്നുള്ളെങ്കിൽ 22 ഹാഫ് ഡിഗ്രിയാണ്. ഇനി ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് എന്തറിയപ്പെടുന്നത്? പെരിഹീലോൺ അല്ലെങ്കിൽ സൂര്യ സമീപന ദിവസം എന്നറിയപ്പെടുന്നത്. അതെന്നാണെന്നൊക്കെ അറിയാമല്ലോ. ജനുവരി 3 സൂര്യ സമീപന ദിനം. സൂര്യ സമീപ ദിനത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം നോക്കുക. അത് 147 കേട്ടോ. 147 ദശലക്ഷം കിലോമീറ്ററാണ്. 147 ദശലക്ഷം കിലോമീറ്റർ ആണ് നമ്മുടെ സൂര്യ സമീപന ദിനത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം. ഇനിയും ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിനമാണ് എന്ത്? സൂര്യ വിദൂര ദിനമായിട്ട് അറിയപ്പെടുന്നത്. സൂര്യ വിദൂര ദിനമാണ്. വിദൂര ദിനം അറിയപ്പെടുന്ന വേറൊരു പേരാണ് സൂര്യോച്ചം. ഇത് എന്നാണെന്ന് ചോദിച്ചാൽ ജൂലൈ 4 കേട്ടോ. ജൂലൈ 4. ഇനി ഈ ഒരു ടൈമിൽ നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ അത് 152 ദശലക്ഷം കിലോമീറ്ററാണ്. മറ്റേത് 147. ഇതാണെങ്കിൽ 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഓക്കെ. ഇനി പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസങ്ങളാണ് ഏത്? മാർച്ച് 21 സെപ്റ്റംബർ 23 മാർച്ച് 21 സെപ്റ്റംബർ 23 ഇതിനാണ് നമ്മൾ വിഷുബങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സ് എന്നൊക്കെ വിളിക്കുന്നത്. വിഷുബങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ഇനി ഗ്രീഷ്മ അയനാന്ത ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഗ്രീഷ്മ അയനാന്ത ദിനം. അത് ഏത് മാസമാണ്? ഗ്രീഷ്മ അയനാന്ത ദിനം ജൂൺ 21 കേട്ടോ. ഗ്രീഷ്മ അയനാന്ത ദിനമാണെങ്കിൽ ജൂൺ 21. നമ്മുടെ ഇതാണെങ്കിലോ വിൻ്റർ സോൾസ്റ്റിക്സ് അല്ലെങ്കിൽ ശൈത്യ അയനാന്ത ദിനമാണെങ്കിലോ ശൈത്യ അയനാന്ത ദിനം അത് ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനം അല്ലെങ്കിൽ വിൻ്റർ സോൾസ്റ്റിക്സ് ആണെങ്കിൽ അത് ഡിസംബർ 22 ഓക്കെ. ഇനിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം വേനൽക്കാലത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്ന് ശൈത്യത്തിലേക്കുള്ള മാറ്റത്തിന് എന്താണ് വിളിക്കുന്നത്? ഹേമന്തമാണോ വസന്തമാണോ? വേനൽക്കാലത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റം അറിയപ്പെടുന്നത് എന്താണെന്ന്? അത് ഹേമന്തകാലമാണ് കേട്ടോ. വേനൽക്കാലത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റമാണ് ഹേമന്തകാലം എന്നറിയപ്പെടുന്നത്. ഇനി വസന്തകാലമാണെങ്കിൽ ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന് നമ്മൾ വസന്തകാലം എന്നും അറിയപ്പെടുന്നുണ്ട്. നേരെ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റൊന്ന് ഓർക്കുക. അപ്പോൾ വേനൽക്കാലത്തിന് ശൈത്യകാലത്തിലേക്കാണെങ്കിൽ ഹേമന്തവും, ശൈത്യകാലത്ത് നിന്ന് വേനൽക്കാലത്തിലേക്കാണെങ്കിൽ അത് വസന്തവുമാണ്. ഓക്കെ, വസന്തം. ഇനിയും ഭൂമിയുടെ കോണളവ് എത്രയാണ്? ഭൂമിയുടെ കോണളവ് ചോദിച്ചാൽ അത് എത്രയാണ്? ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രി കേട്ടോ. ഭൂമിയുടെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് ഭൂമിയുടെ കോണളവ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഉദയ സൂര്യനെ ആദ്യം കാണുന്ന സംസ്ഥാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏതാണ്? ഇന്ത്യയിൽ ഉദയ സൂര്യനെ ആദ്യം കാണുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് കേട്ടോ. അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ഉദയ സൂര്യനെ ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ. അടുത്തത് ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരയാൻ ഭൂമിക്ക് വേണ്ട സമയം എന്താണ്? ഒരു ഡിഗ്രി രേഖാംശം തിരയാൻ വേണ്ടി ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 4 മിനിറ്റ് ആണ് കേട്ടോ. 4 മിനിറ്റ് ആണ്. അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ 1440 ഡിവൈഡഡ് ബൈ 360 ചെയ്താൽ മതി. 1440 ഡിവൈഡ് ബൈ 360. 1440 എങ്ങനെ കിട്ടിയേ? 24 മണിക്കൂർ ഇൻറ്റു 60 ചെയ്താൽ മതി. അത് 360 ഡിഗ്രി ഭൂമിക്ക് തിരിയാൻ വേണ്ട സമയമാണ് 24 മണിക്കൂർ. ഒരു ഭ്രമണം ചെയ്യാനുള്ള സമയമാണ് 24 മണിക്കൂർ. അതായത് 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ എടുക്കുന്നു. 24 മണിക്കൂർ ഇൻറ്റു 60 ചെയ്യുമ്പോൾ നമുക്ക് മിനിറ്റിൽ കിട്ടും. അതാണ് ഈ 1440 ബൈ 360 എന്നുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 4 മിനിറ്റ് എന്ന് കിട്ടും. 4 മിനിറ്റാണ് ഒരു ഡിഗ്രി തിരിയാൻ വേണ്ടത്. 4 മിനിറ്റാണ്. കാരണം 360 ഡിഗ്രി തിരിയാനാണ് ഈ 1440 എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് തിരിയാൻ എത്രയാണ്? അത് ഡിവൈഡ് ബൈ 360 ചെയ്താൽ മതി. ഇനി 15 രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകുന്നു. എങ്ങനെയാണ്? 15 ഡിഗ്രി രേഖാംശമാണ് തിരിയുന്നതെങ്കിലോ 15 ഡിഗ്രി രേഖാംശം. അപ്പോൾ 1 മിനിറ്റ് 15 ഡിഗ്രി രേഖാംശമാണ് തിരിയുന്നതെങ്കിൽ 1 മണിക്കൂർ കേട്ടോ. 1 മണിക്കൂർ സമയമെടുക്കും. 15 ഡിഗ്രി രേഖാംശം തിരിയാൻ വേണ്ടി
1 മണിക്കൂർ സമയമെടുക്കും. അതായത് 4 ഡിഗ്രിയാണ്. ഒരു ഡിഗ്രിക്ക് തിരിയാൻ വേണ്ടി എടുക്കുന്ന ടൈം 4 മിനിറ്റാണ്. 1 ഡിഗ്രിക്ക് എടുക്കുന്ന ടൈം 4 മിനിറ്റ് ആണെങ്കിൽ 15 ഡിഗ്രിക്ക് എടുക്കുന്ന ടൈം നമ്മൾ എങ്ങനെ കാണുന്നത്? 4 × 15 ചെയ്താൽ മതി. അതായത് 60 മിനിറ്റ് നീട്ടും. അതായത് എത്രയാണ്? 1 അവർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 1 ഡിഗ്രി രേഖാംശം തിരിയാൻ വേണ്ടി 4 മിനിറ്റ് എടുക്കുന്നുവെങ്കിൽ 5 ഡിഗ്രി രേഖാംശം തിരിയാനാണ് എന്ത്? 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ് എടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ. പിന്നെ ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലോട്ടാണ് ഭൂമിയുടെ ഭ്രമണം? എവിടെ നിന്നും എവിടോട്ടാണ് ചോദിച്ചത്? നമ്മുടെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് കേട്ടോ. ഇതിൻ്റെ കാരണത്താലാണ് സൂര്യൻ കിഴക്ക് ദിശയിൽ ഉദിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്ക് ദിശയിലേക്കാണ്. ഇനി 0 ഡിഗ്രി രേഖാംശ രേഖ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. 0 ഡിഗ്രി രേഖാംശവും നമ്മുടെ മാനക രേഖാംശവും തമ്മിൽ 5.5 ഡിഗ്രി വ്യത്യാസം ഉണ്ടെന്ന്. അപ്പോൾ ഈ 0 ഡിഗ്രി രേഖാംശ രേഖയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രീൻവിച്ച് രേഖ കേട്ടോ. ഗ്രീൻവിച്ച് രേഖ എന്ന് വിളിക്കുന്നത് 0 ഡിഗ്രി രേഖാംശത്തിനാണ്. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഗ്രീനിച്ച് രേഖ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തും വിളിക്കുന്നു? പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ. ഗ്രീനിച്ച് രേഖയെ എന്തും അറിയപ്പെടുന്നുണ്ട്? പ്രൈം മെറിഡിയൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഗ്രീനിച്ച് രേഖ അടിസ്ഥാനമാക്കി ലോകത്തെ 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള എത്ര മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഗ്രീനിച്ച് രേഖനെ അടിസ്ഥാനമാക്കി ലോകത്തെ 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള എത്ര മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 24 മേഖലകളായിട്ട് കേട്ടോ. 24 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എങ്ങനെ? 1 മണിക്കൂർ വ്യത്യാസമുള്ള 24 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ മേഖലകൾ അറിയപ്പെടുന്നത് സമയ മേഖലകൾ എന്നാണ്. 24 മേഖലകൾ അറിയപ്പെടുന്നത് സമയ മേഖല എന്നാണ്. ഇനി മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ അറിയപ്പെടുന്നതാണ് മാനക രേഖാംശം. അതായത് രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തെ പൊതുസമയമായിട്ട് സാധാരണ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശത്തിനാണ് ആ രാജ്യത്തിൻ്റെ മാനക രേഖാംശമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഇനി ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം നമ്മൾ പറഞ്ഞു 82½ ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി അത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? യെസ്, ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി. അതായത് 3 ക്വസ്റ്റ്യൻസ് ഒരേപോലെ അല്ലേ? മാനക രേഖാംശം എത്രയാണ്? അക്ഷാംശ രേഖ എത്രയാണ്? അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ്? ഇതെല്ലാം 3 ക്വസ്റ്റ്യൻ ഒരേപോലെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ 13th ക്വസ്റ്റ്യൻ മാത്രം നമ്മുടെ SCRT ഇല്ല. SCRT പോയിന്റ് അല്ല, പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ചോദിച്ചാൽ 68 ഡിഗ്രി, അപ്രോക്സിമേറ്റ്ലി 68 ഡിഗ്രി തൊട്ട് 92 ഡിഗ്രി വരെയാണ് കേട്ടോ. 68 ഡിഗ്രി 97 ഡിഗ്രി ഈസ്റ്റ്. ഓക്കെ, രേഖാംശ വ്യാപ്തി 68 ഡിഗ്രി 97 ഡിഗ്രി ഈസ്റ്റ് ആണ് പറയുന്നത്. ഇത് രണ്ടോടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 29, അല്ലെങ്കിൽ നമുക്ക് കവർ ചെയ്തിട്ടൊരു 30 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലേ? അക്ഷാംശ രേഖാംശ വ്യാപ്തി, അത് അക്ഷാംശ വ്യാപ്തിയാണെങ്കിലും രേഖാംശ വ്യാപ്തിയാണെങ്കിലും സെയിം ആണ്. ഓൾമോസ്റ്റ് 29, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് നമുക്ക് 30 എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയില്ലേ? 30 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ രേഖാംശം എന്ന് പറയുന്നത് 68 to 97 ആണ്. അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് 13 കിട്ടും നമുക്ക്. ഈ 82½ ഡിഗ്രി പൂർവ്വ രേഖാംശം കേട്ടോ. പൂർവ്വ രേഖാംശമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 82½ ഡിഗ്രി പൂർവ്വ രേഖാംശത്തിനാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഔദ്യോഗിക സമയരേഖ ഉള്ളത് ഏത് രാജ്യത്തിനാണ്? ഏറ്റവും കൂടുതൽ ഔദ്യോഗിക സമയരേഖ ഉള്ളത് ഏത് രാജ്യത്തിനാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ് കേട്ടോ. 12 ഔദ്യോഗിക മേഖലകളാണ് ഫ്രാൻസിനുള്ളത്. 12 എണ്ണമാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ടൈം സോൺസ് ഉള്ളത് റഷ്യക്കുമാണ്. ഏറ്റവും കൂടുതൽ ടൈം സോൺസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് റഷ്യയാണ്. അത് 9 എന്നാണ്. ഔദ്യോഗിക സമയമേഖലയാണെങ്കിൽ ഫ്രാൻസിന്. പക്ഷേ ഏറ്റവും കൂടുതൽ ടൈം സോൺസ്, അതിങ്ങനെ മലയാളത്തിലൊന്നും എനിക്കറിയില്ല. എന്തായാലും ടൈം സോൺസ് ആണെങ്കിൽ റഷ്യക്കാണ്. 9. ഇനി നമുക്കറിയാം 15 ഡിഗ്രി രേഖാംശത്തിൻ്റെ സമയവ്യത്യാസം നമ്മൾ എത്രയാണ് പറഞ്ഞത്? 15 ഡിഗ്രി, അതായത് ഭൂമിക്ക് 15 ഡിഗ്രി കറങ്ങാൻ വേണ്ടി എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 1 മണിക്കൂർ കേട്ടോ. 15 ഡിഗ്രി രേഖാംശം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 82½ ഡിഗ്രി രേഖാംശത്തിലെ സമയവ്യത്യാസം നമ്മൾ ഏതെന്ന് കമ്പയർ ചെയ്യുന്നറിയാവോ? നമ്മുടെ 0 ഡിഗ്രി മാനക രേഖാംശം, അത് 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖയിൽ നിന്നാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ മൈനസ് ഇതെന്ന് പറഞ്ഞാൽ
എന്ത് തന്നെയാണ് 8 to 1/2 ആണ് കേട്ടോ. അതിൻ്റെ സമയ വ്യത്യാസം കാണാൻ 8 to 1/2 ഡിവൈഡഡ് ബൈ 15 ഡിഗ്രി ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 5.5 മണിക്കൂറെന്ന് കിട്ടും കേട്ടോ. 5.5 മണിക്കൂറെന്ന് കിട്ടും. അതായത് ഒരു മണിക്കൂറാണ് 15 ഡിഗ്രി എന്ന് പറയുന്നത്. 1 മണിക്കൂറാണ് 15 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 1 ഡിഗ്രി എത്രയായിരിക്കും? 1 മണിക്കൂറായി ബൈ 15 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് എത്രയാണ്? ഈ 8 to 1/2 എത്ര സമയ വ്യത്യാസമാണെന്നാണ്. അപ്പോൾ 8 to 1/2 ചെയ്താൽ മതി. 8 to 1/2 അത്രയും വരെ തിരിയാൻ വേണ്ടിയിട്ട് 5.5 മണിക്കൂർ എടുക്കും കേട്ടോ. 5.5 മണിക്കൂറാണ് എടുക്കുന്നത്. 5.5 മണിക്കൂർ മാത്രം പഠിച്ചാൽ മതി. ഇത് എങ്ങനെ കിട്ടിയെന്നൊന്നും ചോദിക്കുക കേട്ടോ. നമ്മുടെ ഗ്രീനിച്ച് ടൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടൈം സോൺസിന് 5.5 മണിക്കൂർ നമ്മൾ മുമ്പോട്ടാണെന്ന് മാത്രം ആലോചിക്കാം. ഇനി എന്താണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ? അന്താരാഷ്ട്ര ദിനാങ്കരേഖ ഒരു രാജ്യത്തിലൂടെ 180 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോവുകയാണെങ്കിൽ ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിനങ്ങളായിരിക്കും. അപ്പോൾ ഈ 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിലൂടെ 180 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുമ്പോൾ ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും എന്തായിരിക്കും? വ്യത്യസ്ത ദിനങ്ങളായിരിക്കും. അതായത് ഇവർ തമ്മിൽ 24 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ 180 ഡിഗ്രി രേഖാംശത്തെ കരഭാഗത്തില്ല, ഈ ഒരു ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശം അക്ഷാംശം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ലൈൻസ് അല്ല, നമ്മൾ തന്നെ ഇടുന്നതാണ്. ഒരു എർത്തിലെ ഒരു സ്ഥലത്തിൻ്റെ പൊസിഷൻ കാണാനും അവിടുത്തെ സമയം നിർണ്ണയിക്കാനും വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഫോർമാറ്റാണ് ഈ രേഖാംശ അക്ഷാംശമൊക്കെ. അപ്പോൾ ഈ 180 ഡിഗ്രി രേഖാംശത്തിന് കണക്ക് വെച്ചിട്ട് അതിൻ്റെ ഇപ്പുറവും കിഴക്കും പടിഞ്ഞാറും ഉള്ള ദിവസങ്ങൾക്ക് ഒരു ദിവസത്തെ വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ 180 ഡിഗ്രി രേഖാംശത്തിനെ കരയുടെ ഭാഗത്തുനിന്ന് വരയ്ക്കുന്നില്ല. നമ്മൾ ഇതിനെ എന്താണ്? ഒരു സമുദ്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരയ്ക്കുന്നത്. അത് ഏത് സമുദ്രമാണ്? നമ്മുടെ പസഫിക് ഓഷനെയും അറ്റ്ലാന്റിക് ഓഷൻ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കടലിടുക്കാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതാണ്? പസഫിക്കിനും അറ്റ്ലാന്റിക്കിനും ഇടയിൽ പോകുന്ന കടലിടുക്ക് ഏതാണ്? ബെറിങ് കടലിടുക്ക് കേട്ടോ. ബെറിങ് കടലിടുക്കിലാണ് ഈ 180 ഡിഗ്രി രേഖാംശം കാണപ്പെടുന്നത്. ഇനി ബെറിങ് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ പസഫിക് ഓഷനാണ്. പസഫിക് ഓഷൻ. ഇനി ഈ രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികളാണെങ്കിൽ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികളാണെങ്കിൽ കലണ്ടറിൽ ഒരു ദിവസം കുറച്ചും കണക്കാക്കപ്പെടണം. അതോടെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇതിനാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ചോദിച്ചാൽ അത് 23 ഡിഗ്രി ഹാഫ് മിനിറ്റ് നോർത്ത് കേട്ടോ. അതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. നമ്മൾ 82 ഡിഗ്രി ഹാഫ് മിനിറ്റ് ഈസ്റ്റ് നമ്മൾ പറഞ്ഞു മാനക രേഖാംശമാണ്. 23 ഡിഗ്രിയാണ് നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. ഇനി ഇത് എത്ര സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ അക്ഷാംശ രേഖ കടന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ ഏതൊക്കെ സംസ്ഥാനമാണ്? ഒരു സൈഡിൽ നിന്ന് പിടിച്ചോ. ഏതാണ്? ഗുജറാത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നീട് രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, പിന്നെ ജാർഖണ്ഡ് ഉണ്ട്, പിന്നെന്തുണ്ട്? ബീഹാർ ഉണ്ട്, പിന്നെ വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ത്രിപുരയുണ്ട്, മിസോറം ഉണ്ട്. ഞാൻ ഇതിൽ തെറ്റെഴുതിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9. അപ്പം എന്തോന്ന് എക്സ്ട്രാ എഴുതിയിട്ടുണ്ട് നോക്കട്ടെ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ തെറ്റ് ചെയ്ത് സ്റ്റേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ബീഹാർ കേട്ടോ. ബീഹാർ ഇല്ല കേട്ടോ. അപ്പോൾ ഏതാണ്? ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ്. കാരണം ബീഹാർ കുറച്ചുകൂടെ മുകളിലല്ലേ, അപ്പോൾ അതുവഴി കടന്നു പോകില്ല. ബീഹാർ കുറച്ചുകൂടെ മുകളിലാണ്, ഒഡീഷ കുറച്ച് താഴെയാണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റുകളും അവർ ഇട്ട് തരും, ഓപ്ഷനിൽ ഇട്ട് തരും. ബാക്കി സ്റ്റേറ്റുകൾ ഇട്ടാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 2 സ്റ്റേറ്റുകൾ ഇട്ട് തരും. ഇതിലായിരിക്കും എൻ്റെ മാർക്ക് പോകുന്നത്, ഇതിലായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പിന്നെ വെസ്റ്റ് ബംഗാളും ത്രിപുരയും മിസോറമാണ് കേട്ടോ. ത്രിപുര, മിസോറം. പിന്നെ മാർക്ക് പോകുന്നത് ചിലപ്പോൾ ഈ മേഖലയായിരിക്കും. ത്രിപുര, മിസോറമിലാണ് പിന്നെ ഇത് കടന്നു പോകുന്നത്. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം ഏതാണ്? കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം, കേരളത്തിൽ കൂടെ പോകുന്ന അക്ഷാംശമല്ല ചോദിച്ചത്. കേരളം ഉൾപ്പെടുന്ന ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയിലാണെന്ന് ചോദിച്ചാൽ 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡിനും 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡിനും ഇടയിലാണ് കേട്ടോ. അക്ഷാംശം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനും ഇടയിലാണ്. 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡിനും 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡിനും ഇടയിലാണ്. അതുപോലെ രേഖാംശം സ്ഥിതി ചെയ്യുന്നതോ 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡിനും
77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡ്. ആ സെക്കൻഡ് ഒന്നും പഠിച്ചില്ലെങ്കിലും മിനിറ്റൊക്കെ ഒരു അപ്രോക്സിമേറ്റ്ലി പഠിച്ചു വെക്കാം കേട്ടോ. 74-നും 73-നും ഇടയ്ക്കും, ഇതാണെങ്കിൽ 8-നും 12-നും ഇടയ്ക്കാണ് കേട്ടോ. അതായത് ഇവിടെ എത്ര, ഇവിടെ 4-ൻ്റെ ഡിഫറൻസ് ഉണ്ട്, ഇവിടെ ആണെങ്കിൽ 3-ൻ്റെ ഡിഫറൻസ്. ഇത് സെയിം അല്ല. ഇന്ത്യയുടെ ആണെങ്കിൽ രണ്ടും 30 ഡിഗ്രിയാണ്, പക്ഷേ ഇതിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ. ഒന്ന് 4 ആണ്, ഒന്ന് 3 ആണ്. നമുക്ക് കണ്ടറിയാലോ അല്ല, അതിൻ്റെ ഒരു ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്, വിഡ്ത്ത് കുറച്ച് കുറവാണ്. അപ്പോൾ അതിൻ്റെതായിട്ട് ഒരു ഇതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹിമാനിയുടെ ഘനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ്? ഹിമാനിയുടെ ഘനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് ഏത്? കരേവ കേട്ടോ. കരേവ മണ്ണുകളാണ് ഹിമാനിയുടെ ഘനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമായിട്ട് കണക്കാക്കപ്പെടുന്ന. കരേവയല്ല, ഡ്രംലിൻസ് അല്ലേ? ഡ്രംലിൻസ് കഴിഞ്ഞോട്ട് നമ്മൾ ചെയ്തതല്ലേ, ഡ്രംലിൻസ് ആണ് വരുന്നത്. ശരിക്കും കീ നോക്കിയപ്പോൾ ഇതിൻ്റെ ആൻസർ കൊടുത്തേക്കുന്നത് കരേവ തന്നെയാണ് കേട്ടോ. പക്ഷേ ഡ്രംലിൻസും എന്താണ്, നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഡ്രംലിൻസും ഹിമാനിയുടെ ഒരു നിക്ഷേപണ ഭൂരൂപം തന്നെയാണ് ഡ്രംലിൻസ് എന്ന് അറിയപ്പെടുന്നതും. പക്ഷേ കരേവ എന്ത് തന്നെയാണ്? കരേവ അത് തന്നെയാണ്, കനം കൂടിയതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. കനം കൂടിയതാണ് കരേവ എന്നറിയപ്പെടുന്നത്. ഡ്രംലിൻസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയില്ല. എന്നാലും ഇത് വേണമെങ്കിൽ ക്യാൻസൽ ആക്കായിരുന്നു അല്ലേ, കാരണം 2 ആൻസർ ഉണ്ടല്ലോ. കരേവ നമുക്കറിയാമല്ലോ, കരേവ മണ്ണ് കുങ്കുമപ്പൂവിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ജമ്മു കാശ്മീരിലൊക്കെ കാണപ്പെടുന്നതാണ് കരേവ മണ്ണ്. അപ്പോൾ ആ മണ്ണ് എന്താണ് സത്യത്തിൽ? ഹിമാനികൾ വഹിച്ചുകൊണ്ട് വരുന്ന പൊടിയല്ല മണ്ണും ചെളിയും ഒക്കെ നിറഞ്ഞ ഒരു മണ്ണാണ്. അവിടെയാണ് കുങ്കുമപ്പൂ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, മാർബിൾ എന്ത് ടൈപ്പ് ശിലയാണ്? നമ്മുടെ ആഗ്നേയശില, അവസാദശില, കായാന്തരശില, ഇത് ഏത് വരും? മാർബിൾ ഏതിൽ വരും? കായാന്തരശില കേട്ടോ. മാർബിൾ വരുന്നത് കായാന്തരശില. അപ്പോൾ ഏത് കല്ലിൻ്റെ കായാന്തരം അല്ലെങ്കിൽ ഏത് കല്ല് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് മാർബിൾ ഉണ്ടായിരിക്കുന്നത് ചോദിച്ചാലോ? ചുണ്ണാമ്പ് കല്ല് കേട്ടോ. മാർബിൾ ഉണ്ടായിരിക്കുന്നത് ചുണ്ണാമ്പ് കല്ലിൻ്റെ രൂപാന്തരത്തിലാണ് മാർബിൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ പോത്ത് ഹോൾസ് അല്ലെങ്കിൽ പോട്ട് ഹോളുകൾ അല്ലെങ്കിൽ പോത്ത് ഹോൾസ്, ഈ പോട്ട് ഹോൾസ് എന്ന് പറയുന്നത് എന്തിൻ്റെ അപരദനം അല്ലെങ്കിൽ നിക്ഷേപണ ഭൂരൂപമാണ് ഈ പോട്ട് ഹോൾസ്? ഹിമാനിയാണോ, നദിയാണോ, കാറ്റാണോ, എന്തിൻ്റെയാണ്? അത് നദിയാണ് കേട്ടോ. നദീൻ്റെയാണ്. അതായത് എക്കൽ ആവരണം ഇല്ലാത്ത നദീചാലുകളിൽ രൂപപ്പെട്ടുള്ള വൃത്താകൃതിയിലോ സിലിണ്ടർ ആകൃതിയിലോ ഉള്ള കുഴികളെയാണ് നമ്മൾ പോട്ട് ഹോൾസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ എക്കൽ ആവരണം ഇല്ലാത്ത നദീചാലുകളിൽ രൂപപ്പെട്ടിട്ടുള്ള വൃത്താകൃതിയിലോ സിലിണ്ടർ ആകൃതിയിലോ ഉള്ള കുഴികളാണ്. നദികളുടെ ഊർജം കൂടുതലുള്ള ഉന്നതതട പ്രദേശത്തിലെ അടിത്തട്ടുകളിലാണ് പോട്ട് ഹോളുകൾ അല്ലെങ്കിൽ ഉൾക്കുഴികൾ കൂടുതലായി കാണപ്പെടുന്നത്. ഈ അലൂവിയൽ ഫാൻ എന്ന് പറഞ്ഞ സാധനം ചോദിച്ചത് എനിക്കൊന്ന് ഡിഗ്രി ലെവലൊന്നുമല്ല. അലൂവിയൽ ഫാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ കാര്യമാണ്. അലൂവിയൽ ഫാൻ എന്ന് പറയുന്നതും നമ്മുടെ എക്കൽ അത് കേട്ടറിയാലോ, നദികളുടെ നിക്ഷേപണ പ്രക്രിയ മൂലമാണ്. ഏത് സ്റ്റേജിൽ ഉണ്ടായെന്നായിരുന്നു തോന്നുന്നു ക്വസ്റ്റ്യനിൽ? ഏത് സ്റ്റേജിലാണ്? മധ്യഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതും ഏതോ ഒരു ഡിഗ്രി ലെവൽ എക്സാം അല്ല, 10th ലെവലോ +2 ലെവൽ എന്തോ ചോദിച്ചതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാൻ പറ്റും. അപ്പോൾ പോട്ട് ഹോൾസ് എന്തിൻ്റെ ഫലമായിട്ടാണെന്ന് ചോദിച്ചാൽ നദികളാണ് കേട്ടോ. നദികൾ, പോട്ട് ഹോൾസ് എന്തിൻ്റെ ഫലമായിട്ടുണ്ടായ ഭൂരൂപമാണ്? നദികളുടെ നദീചാലുകളിൽ രൂപപ്പെട്ടിട്ടുള്ള വൃത്താകൃതിയിലോ സിലിണ്ടർ ആകൃതിയിലോ ഉള്ളതാണ്. ഇത് ഏത് ഘട്ടത്തിലാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാലോ അത് നദികളുടെ ഊർജ്ജം കൂടുതലുള്ള ഉന്നത ഘട്ടമാണ് കേട്ടോ. ഉന്നതതട പ്രദേശങ്ങളിലെ അടിത്തട്ടുകളിലാണ് ഈ പോട്ട് ഹോൾസ് അല്ലെങ്കിൽ ഉൾക്കുഴികൾ കൂടുതലായി കാണപ്പെടുന്നത്. ഈ ഡ്രംലിനുകളൊന്നും നമ്മുടെ NCERT-യിലുള്ള പോയിൻ്റൊന്നും അല്ല കേട്ടോ. ഡ്രംലിനുകളൊക്കെ NCERT-യിലുള്ള പോയിന്റുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കൃത്യമായിട്ട് നോക്കണം. അറ്റ്ലീസ്റ്റ് ഏതൊക്കെ ഭൂരൂപങ്ങളാണ് എന്തൊക്കെ കാരണം ഉണ്ടാകുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ സിർക്കുകൾ നമുക്കറിയാം NCERT-യിലെ പോയിന്റാണ്. സിർക്കുകൾ ചാരുകസേരയുടെ രൂപത്തിലുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിർക്കുകൾ എന്ന് പറയുന്നത് ഹിമാനി ഭൂരൂപമാണ്. ഇതിൻ്റെ വേറൊരു പേരാണ് കോറികൾ കേട്ടോ. കോറികൾ ഇത് നമ്മുടെ എക്സാമിന് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചാൽ കോറികൾ എന്ന പേരിലായിരുന്നു കേട്ടോ. അപ്പോൾ കോറികൾ അല്ലെങ്കിൽ സിർക്കുകൾ അത് ഒരു പർവ്വത ഹിമാനിയുടെ അല്ലെങ്കിൽ താഴ്വര ഹിമാനിയുടെ ഉത്ഭവസ്ഥാനമാണ് സിർക്കുകൾ എന്നറിയപ്പെടുന്നത്. കോറികളെന്നും ഇവയെ അറിയപ്പെടുന്നുണ്ട്. ഹിമാനി താഴ്വരയുടെ തുടക്കത്തിൽ അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു കുഴിഞ്ഞ പാത്രം പോലെയാണ് ഉള്ള ഗർത്തമാണ് ഈ സിർക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ചാരകസേര അല്ലെങ്കിൽ കുഴിഞ്ഞ പാത്രം പോലെ, അതിൻ്റെ സൈഡിലൊക്കെ ചെങ്കുത്തായ കുന്നുകളായിരിക്കും, അത് നടുക്കൊരു കുഴിഞ്ഞ പാത്രം പോലെ ആയിരിക്കും. അത് തന്നെയാണ് ചാരകസേര എന്ന് പറഞ്ഞിട്ട് NCERT-ൽ സിമ്പിളായിട്ട് വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഏതാണ്? സിർക്കുകൾ അല്ലെങ്കിൽ ടോറികളാണ്. ഇനി എറേറ്റെ ഉണ്ട്. എറേറ്റെ ഓക്കെ, എറേറ്റെ എന്ന് പറഞ്ഞാൽ ഹിമാനി ഭൂരൂപമാണ്. അടുത്തടുത്തുള്ള 2 സിർക്കുകൾ ഒന്നിനോടൊന്ന് പുറകോട്ട് അപരദനം നടത്തി തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ രൂപപ്പെടുന്ന
കത്തിയുടെ വായ്ത്തല പോലുള്ള വരമ്പിനെയാണ് നമ്മൾ എറേറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. എറേറ്റ് എന്ന് പറയുന്നത് കത്തി പോലുള്ള ഒരു എന്താ പറയുക, കത്തി പോലുള്ള ഒരു മുനമ്പ് പോലെ, ഈ രണ്ട് സർക്കുകൾ കൂട്ടിമുട്ടി യോജിച്ച് കത്തി പോലുള്ള ഒരു മുനമ്പ് പോലെ നമുക്കൊരു സാധനം കിട്ടും. അതിനാണ് നമ്മൾ എറേറ്റ് എന്ന് വിളിക്കുന്നത്, എറേറ്റ്. ഇനി ഹോൺ അല്ലെങ്കിൽ സ്തൂപിക കൊടുമുടി, ഹോൺസും ചോദിച്ചാണ് കേട്ടോ. ഈ ഹോൺസ് അതുപോലെ കോറികൾ എന്ന് പറയുന്നത് എന്തിൻ്റെ ബലമായിട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോൺസ് എന്ന് പറയുന്നത് മൂന്നോ അതിലധികമോ ഹിമാനി സർക്കുകളുടെ അപരദനത്താൽ നിർമ്മിക്കപ്പെടുന്നവയാണ് ഹോണുകളെന്ന്. സ്തൂപിക കൊടുമുടി എന്നും ഇവ അറിയപ്പെടുന്നു. ജസ്റ്റ് എന്താ നോക്കിയാൽ മതി, ഹോണുകളും ഹിമാനി ഭൂരൂപമാണ്. അതുപോലെ കോളുകൾ എന്ത് തന്നെയാണ്, ഹിമാനി ഭൂരൂപമാണ്. പിന്നെ ഹിമാനീയ താഴ്വര, ഈ ഹിമാനികൾ ഉണ്ടാക്കുന്ന താഴ്വര ഏതാണ്, അത് യു-രൂപ താഴ്വരയാണ് കേട്ടോ. യു-രൂപ താഴ്വരയാണ് ഹിമാനികൾ ഉണ്ടാകുന്ന നദികളാണ് വി-രൂപ താഴ്വരകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ താഴ്വരകളുണ്ട്. തൂക്ക് താഴ്വര എന്നുണ്ട് കേട്ടോ, ഹാങ്ങിങ് വാലി, തൂക്ക് താഴ്വര. ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം ഹിമാനിയുടെ അപരദന പ്രക്രിയയിലൂടെ ഉണ്ടാകുന്നതാണ് കേട്ടോ. ഏതൊക്കെയായിരുന്നു, ഹോൺസ് ഉണ്ട്, കോൾസ് ഉണ്ട്, കോറികൾ അല്ലെങ്കിൽ സെർക്കുകളുണ്ട്, അതുപോലെ എറേറ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ യു-രൂപ താഴ്വരയുണ്ട്, തൂക്ക് താഴ്വരയുണ്ട്. ഇതെല്ലാം അപരദനാണ്. ഇനി ഏതൊക്കെയാണ് നമ്മുടെ ഹിമാനി നിക്ഷേപണ ഭൂരൂപങ്ങൾ എന്ന് നോക്കാം. നിക്ഷേപണ ഭൂരൂപങ്ങൾ അതിന് മുന്നേ ഫിയോഡും കൂടെ നോക്കുക കേട്ടോ. ഫിയോഡ് എന്ന് പറയുന്നതും അപരദന ഭൂരൂപമാണ്. ഹിമാനിയുടെ അപരദന ഭൂരൂപം തന്നെയാണ് ഫിയോഡ് എന്നറിയപ്പെടുന്നത്, ഫിയോഡ്. ഓക്കെ. ഇനി നിക്ഷേപണ ഭൂരൂപത്തിൽ വരുന്ന ഏതെന്ന് നോക്കാം. നിക്ഷേപണ ഭൂരൂപത്തിൽ നമ്മുടെ മൊറൈനുകൾ വരും. മൊറൈനുകൾ എന്ന് പറയുന്നത് ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കേട്ടോ. മൊറൈനുകൾ എന്ന് പറയുന്നത് ഒരു നിക്ഷേപണ ഭൂരൂപമാണ്. അതേപോലെ ഡ്രം ലീനുകൾ ഇത് ട്രം ലീനുകൾ എന്നാണ് പറയുന്നത്. ഡ്രം ലീനുകൾ എന്ന് പറയുന്നതും ഒരു നിക്ഷേപണ ഭൂരൂപമാണ്. ഇനി എന്താ വരുന്നത്, നമ്മുടെ കരേവയൊക്കെ ഉണ്ട് കേട്ടോ. കരേവ, മണ്ണ്, അതൊരു നിക്ഷേപണ ഭൂരൂപത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് തന്നെയാണ്. ഓക്കെ. ഈ ഡ്രം ലീനുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പഴയ ഹിമാനീയ നിക്ഷേപങ്ങളുടെ പുറമെ വീണ്ടും ഹിമാനികൾ ഒഴുകി നീങ്ങുമ്പോൾ ചെറുകുന്നിൻ്റെ ആകൃതി ലഭിക്കുന്നു എന്ന്. അതായത് ഇവിടെ എടുത്തു പറയുന്നത് കമിഴ്ത്തി വെച്ച സ്പൂൺ പോലുള്ള ആകൃതിയിലുള്ള ഹിമാനിയുടെ നിക്ഷേപമാണ് ഇത്, ഡ്രം ലീനുകൾ കേട്ടോ. പഴയ ഹിമാനി അവിടെ ഓൾറെഡി നിക്ഷേപിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പുറത്തോട്ട് പുതിയ ഹിമാനികൾ നിക്ഷേപിക്കുമ്പോൾ ഒരു സ്പൂൺ പോലത്തെ ആകൃതിയിലുള്ള കുന്നുകൾ കിട്ടും. അതിനെയാണ് നമ്മൾ ഡ്രം ലീനുകളെന്ന് വിളിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് ഔട്ട് വാഷ് സമതലം ഉണ്ട് കണ്ടോ. ഔട്ട് വാഷ് സമതലൊക്കെ ചോദിച്ചേക്കുന്നത് കണ്ടോ. ഇത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നറിയോ, LGS LDS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ അവർ ഓപ്ഷനിൽ ഇട്ടേക്കുന്നത് ഔട്ട് വാഷ് സമതലവും ഡ്രം ലീനുകളൊക്കെയാണ്. അപ്പോൾ ഔട്ട് വാഷ് സമതലം ഒരു നിക്ഷേപണ ഭൂരൂപം തന്നെയാണ്. ഹിമാനിയുടെ ഏറ്റവും അന്തിമ ഭാഗത്ത് ഖരമഞ്ഞുരുകി ഉത്ഭവിക്കുന്ന നദികളുടെ നിക്ഷേപ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്ന വിസ്തൃത സമതലത്തിനാണ് ഔട്ട് വാഷ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. പിന്നിയ അരുവികളും കെട്ടിയ തടാകങ്ങളും ഇത്തരം സമതലങ്ങളിൽ കാണപ്പെടുന്നു. ഖരമഞ്ഞ് ഖണ്ഡങ്ങളിൽ ഉരുകി ഒരു ഗർത്തത്തിൽ ജലം അടിഞ്ഞുകൂടുമ്പോൾ രൂപപ്പെടുന്നത് കെറ്റിൽ തടാകമാണെന്ന്. ഏറ്റവും വലിയ ഹിമാനീയ നദീ നിക്ഷേപങ്ങൾ, അപ്പോൾ ഹിമാനിയും നദിയും രണ്ടും കൂടെ ചേർന്നിട്ടുള്ള നിക്ഷേപമാണ് ഈ ഔട്ട് വാഷ് സമതലങ്ങൾ കേട്ടോ. ഔട്ട് വാഷ് സമതലങ്ങൾ. അപ്പോൾ ഏറ്റവും വലിയ ഹിമാനീയ നദീ നിക്ഷേപങ്ങൾ ചോദിച്ചാൽ അത് ഔട്ട് വാഷ് സമതലങ്ങളാണ്. അതുപോലെ ഒരു നിക്ഷേപമുണ്ട് എസ്കറുകളും ഹിമാനികളുണ്ട്. അപ്പം ഈ ഡ്രംലിനുകൾ, ഔട്ട് വാഷ്, കരേവ എല്ലാം നമ്മുടെ ഹിമാനീയ നിക്ഷേപമാണ് കേട്ടോ. പക്ഷേ ഇതിലെന്താ നമ്മൾ നോക്കേണ്ടത്, ഖനമേറിയ നിക്ഷേപം ചോദിച്ചാൽ അത് കരേവയാണ് കേട്ടോ. കാരണം നമ്മുടെ SCRT പറയുന്നുണ്ട് ഖനമേറിയ നിക്ഷേപമാണ് കരേവ. അപ്പോൾ ഖനമേറിയ എന്നൊരു പോയിന്റ് കണ്ടാൽ അത് കരേവയുടെ, വേറെ ഒന്നും നോക്കണ്ട കേട്ടോ, അത് കരേവയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൃഷി അധിഷ്ഠിത വ്യവസായം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പഞ്ചസാര വ്യവസായം, രാസവ്യവസായം, IT വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം. ഏതാണ്? ഈസിയാണ് അല്ലേ. കൃഷി അധിഷ്ഠിത വ്യവസായമാണ് ഏത്? പഞ്ചസാര വ്യവസായമാണ് കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് വ്യവസായങ്ങളുടെ കുറച്ച് ഫാക്ടറുകൾ നോക്കാം. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? ഏത് നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്? ഇംഗ്ലണ്ട് കേട്ടോ. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. 18ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്. നമ്മുടെ ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവാണ് ആര്? ജംഷഡ്ജി ടാറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്നതോ? അത് ജംഷഡ്പൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ആസൂത്രിത വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ഇനി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്തിനു വേണ്ടിയുള്ളതാണ്? വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ അംഗീകാരം നൽകുന്ന സ്ഥാപനമാണ് ഈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഇതിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. ഇത് ഫോം ചെയ്ത വർഷം കൂടെ പഠിക്കുക. 1987 ഏപ്രിൽ 1 ഇത് ഫോം ചെയ്തത്.
ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി അത് ശ്യാമപ്രകാശ് മുഖർജിയാണ് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്നു ശ്യാമപ്രകാശ് മുഖർജി. നമ്മുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയും? കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച മേഖലയിലാണ് നമ്മൾ പ്രത്യേക സാമ്പത്തിക മേഖല, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ട് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിതമായത് കാൻലയിലാണ് കേട്ടോ. കാൻല എവിടെയാണ്? കാൻല ഗുജറാത്തിലാണ്. കാൻല ഗുജറാത്തിലാണ്. ഇപ്പോൾ അതിൻ്റെ പുതിയ പേര് ദീനദയാൽ എന്നാണ് കേട്ടോ. കാൻലയുടെ പുതിയ പേര് ചോദിച്ചാലോ അത് ദീനദയാലാണ് കാൻലയുടെ പുതിയ പേര്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മില്ല് എൻ്റെ പേരെന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മില്ല് അത് ഫോർട്ട് ഗ്ലോസ്റ്റർ ആണ് കേട്ടോ. ഫോർട്ട് ഗ്ലോസ്റ്റർ എവിടെയാണ്? നമ്മുടെ വെസ്റ്റ് ബംഗാളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടൺ മില്ലാണ് ഫോർട്ട് ഗ്ലോസ്റ്റർ, വെസ്റ്റ് ബംഗാളാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മില്ലാണെങ്കിലോ? പേപ്പർ മില്ല് സെറംപൂറിലാണ് കേട്ടോ. സെറംപൂറും ഇവിടെ തന്നെയാണ്, വെസ്റ്റ് ബംഗാൾ തന്നെയാണ്. 1812 സ്ഥാപിതമായതാണ് നമ്മുടെ പേപ്പർ മില്ല് സെറംപൂർ ആണ്. ഇനി ആദ്യത്തെ ചണ മില്ലാണെങ്കിലോ? അത് റിഷ്റയാണ് കേട്ടോ. റിഷ്റയാണ് ആദ്യത്തെ ചണ മില്ല് ഏതെന്ന് ചോദിച്ചാൽ അത് റിഷ്റയാണ്. അതുപോലെ ആദ്യത്തെ സിമെൻറ്റ് ഫാക്ടറി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ് കേട്ടോ. ആദ്യത്തെ സിമെൻറ്റ് ഫാക്ടറി ചെന്നൈയിലാണ് വന്നത്. ഇനി ആദ്യത്തെ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി ആണെങ്കിലോ അത് നേപ്പാനഗറാണ്. ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി നേപ്പാനഗറിലുമാണ് വന്നത്. നമ്മുടെ ഫോർട്ട് ഗ്ലോസ്റ്റർ വന്നത് 1818 കേട്ടോ. 1818. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്ന ഏതാണ്? ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം അത് പാനിപ്പട്ടാണ് നെയ്ത്തുപട്ടണം. ഇനി ഡെനിം സിറ്റി ആണെങ്കിലോ? ഡെനിം സിറ്റി അത് അഹമ്മദാബാദാണ്. അതുപോലെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന അഹമ്മദാബാദാണ് ഇന്ത്യയുടെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് ഏത്? പരുത്തി തുണി വ്യവസായം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതാണ് പരുത്തി തുണി വ്യവസായം. ഇനി രാജ്യത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൃഷി അധിഷ്ഠിത വ്യവസായമാണ് ഈ പഞ്ചസാര വ്യവസായം കേട്ടോ. രാജ്യത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൃഷി അധിഷ്ഠിത വ്യവസായം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. നമ്മുടെ പഴയ റാങ്ക് ഫയലിലൊക്കെ ബ്രസീൽ കാണും, പക്ഷേ മാറിയിട്ടുണ്ട്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് അത് രണ്ടും ഇന്ത്യയാണ്. പഞ്ചസാര, ചണം രണ്ടും ഇന്ത്യയാണ്. ചണം ഉൽപ്പാദിപ്പിക്കുന്ന PYQ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. തൊട്ട് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏത്? ക്യൂബ കേട്ടോ. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണമാണ് ക്യൂബ. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണെങ്കിലോ? ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത്, കരിമ്പ് കൃഷി ഏറ്റവും കൂടുതലുള്ളത് ഇതൊക്കെ UPയിലാണ് കേട്ടോ. UPയിലാണ് കരിമ്പ് കൃഷി ഏറ്റവും കൂടുതലുള്ളതും പഞ്ചസാര ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോൾഡൻ ഫൈബർ അത് ചണമാണ് കേട്ടോ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണെന്ന്? ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല അത് സ്ഥാപിതമായ പ്രദേശം ഏതാണ്? തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാലയാണെങ്കിൽ എവിടെയാണ് സ്ഥാപിതമായത്? മുംബൈ, വിശാഖപട്ടണം, കൊച്ചി, മംഗലാപുരം. എവിടെയാണ്? വിശാഖപട്ടണം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വിശാഖപട്ടണമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല അത് അസമിലുള്ള ദിഗ്ബോയ് ആണ് കേട്ടോ. അസമിലുള്ള ദിഗ്ബോയ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ബറൗണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബറൗണി എണ്ണ ശുദ്ധീകരണശാല അത് ബീഹാർ കേട്ടോ. ബറൗണി ബി എടുത്താൽ മതി. ബറൗണി ബീഹാറിലും കൊയാലിയാണ് ഗുജറാത്തിൽ കേട്ടോ. കൊയാലി എണ്ണ ശുദ്ധീകരണശാല. കൊയാലി ആണെങ്കിൽ ഗുജറാത്തും വരും, ബറൗണി ആണെങ്കിൽ ബീഹാറും വരും. കൊയാലി എണ്ണ ശുദ്ധീകരണശാലയാണ് നമ്മുടെ ഗുജറാത്തിലുള്ളത്. ബറൗണി ആണെങ്കിലും ബീഹാറിലാണുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പാൽ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള രാജ്യവും ഇന്ത്യയാണ് കേട്ടോ. പാൽ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എരുമപ്പാലാണെന്നേ ഉള്ളൂ. പക്ഷേ പശുവിൻ്റെ പാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയാണ്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഇരുമ്പുരുക്ക്. ഇന്ത്യൻ വ്യവസായത്തിൻ്റെ മിക്ക മേഖലകൾക്കും ആവശ്യമായ അടിസ്ഥാനപരമായ പ്രാഥമിക ഭാഗങ്ങൾ ലഭിക്കുന്നതാണ് നമുക്ക് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ നിന്ന് കേട്ടോ. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ നിന്നാണ് മിക്ക വ്യവസായങ്ങൾക്കും വേണ്ട പ്രാഥമിക ഭാഗങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ പഠിച്ചു വെക്കണം. SIT പോയിന്റാണ്. ഇരുമ്പുണ്ട്, നമ്മുടെ ഇരുമ്പ് അയിരുണ്ട്, കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്, മാംഗനീസ്, ഫയർ ക്ലേ. ഇതിൽ മാംഗനീസ് ഒരു ലോഹമാണ് കേട്ടോ. ഏത് ലോഹ
അസംസ്കൃത വസ്തുവാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഇത് പറയണം, അത് നമ്മുടെ മാംഗനീസ് പറയണം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് കുൾട്ടിയിലാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിലെ കുൾട്ടിയിലാണ് 1870 സ്ഥാപിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം എവിടെയാണ്? ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം നമ്മൾ വിചാരിക്കുന്നത് ഒഡീഷയിലോ ജാർഖണ്ഡിലോ ഒന്നുമല്ല, പോർട്ടോനോവ തമിഴ്നാട്ടിലാണ്. 1830 പോർട്ടോനോവയിലാണ് തുടക്കം കുറിച്ചത്. ഇനി സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണെങ്കിലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വ്യാവസായിക ആസൂത്രിതമായിട്ടുണ്ടാക്കിയ വ്യാവസായിക നഗരം എന്നൊക്കെ പറഞ്ഞ അത് തന്നെയാണ് കേട്ടോ. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ആ നഗരം തന്നെയാണ്. ഏതാണ്? ജംഷഡ്പൂർ ആണ്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. എന്തായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം അന്ന് അറിയപ്പെടുന്നത് തന്നെയാണ് സ്റ്റീൽ സിറ്റി. ഇനി സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ടിസ്കോ കേട്ടോ. നമ്മുടെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത്. അത് സ്ഥാപിതമായ വർഷം 1907 1907. ഇത് എവിടെയാണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. ഇനി ടിസ്കോയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ് കേട്ടോ. ടിസ്കോ ജംഷഡ്പൂർ ജാർഖണ്ഡിലാണ്, പക്ഷേ എൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ കേട്ടോ. ബൊക്കാറോ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ചോദിച്ചാൽ അത് ഭിലായി ആണ്. ലാഭകരമാണെങ്കിൽ അത് ഭിലായി ആണ്. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലകളെ നിയന്ത്രിക്കുന്നത് സെയിലാണ് കേട്ടോ. നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നിയന്ത്രിക്കുന്നത്, സെയിലാണ്. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണെങ്കിലോ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. 1923 ഫോം ചെയ്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഭദ്രാവതി കർണാടകയിലാണ് കേട്ടോ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകയിൽ ഭദ്രാവതി റിവറിന് കുറുകെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഭദ്രാവതി റിവറിന് കുറുകെ കർണാടകയിലാണ്. ഇനി വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് ആണെങ്കിൽ അതും കർണാടകയിലാണ് കേട്ടോ. വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതും കർണാടകയിൽ തന്നെയാണ്. നമ്മുടെ ടിസ്കോ സ്ഥിതി ചെയ്യുന്ന നദി നോക്കിക്കോ, സുബർണരേഖയാണ് കേട്ടോ. അല്ല, ടിസ്കോയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം നൽകുന്ന നദികളാണ് സുബർണരേഖയും ഗർഖായും. സുബർണരേഖ, ഗർഖായി എന്നാണ് ടിസ്കോയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം നൽകുന്നത്. ഓക്കെ. ഇസ്കോ ആണെങ്കിലോ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇസ്കോ. ഇസ്കോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാളിൽ കേട്ടോ. ഇസ്കോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിലാണ്. ബരാക്കർ നദി, നമ്മുടെ ഇസ്കോയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം നൽകുന്നത് ദാമോദർ നദിയുടെ പോഷക നദിയായ ബരാക്കർ നദിയാണ്. അതിനാവശ്യമായിട്ടുള്ള നദി കൊടുക്കുന്നത് കേട്ടോ. ബരാക്കർ നദിയാണ് അതിനാവശ്യമായിട്ടുള്ള ജലം കൊടുക്കുന്നത്. ഇനി നമ്മുടെ തുടക്കത്തിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? തുടക്കത്തിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് എന്നറിയപ്പെട്ടിരുന്നത്. തുടക്കത്തിൽ ആ സംസ്ഥാനം അറിയപ്പെട്ടിരുന്നത് മൈസൂർ എന്നാണ്. പിന്നീട് 1973 അതിന് കർണാടക എന്നൊക്കെയുള്ള പേര് കിട്ടിയത്. അപ്പോൾ ഏതാണ്? കർണാടകയിലുള്ള വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സിനാണ് മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് എന്നറിയപ്പെടുന്നത്. അതായത് വിസിലല്ല, VISL കേട്ടോ. വിസിൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ്. ഓക്കെ. ഇനി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം എന്നാണ്? സ്റ്റീൽ അതോറിറ്റി സെയിൽ സ്ഥാപിതമായ വർഷം 1973 കേട്ടോ. സെയിൽ സ്ഥാപിതമായത്. നമ്മുടെ വിശ്വേശ്വരയ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം കിട്ടുന്നത് ഭദ്രാവതി നദിയിൽ നിന്നാണ്. പിന്നെ റൂർക്കേല ആണെങ്കിൽ നമ്മുടെ റൂർക്കേല ആണെങ്കിൽ ഒഡീഷയിലാണ്. ഹിരാക്കുഡ് നദീൻ്റെ തീരത്താണ്. സുന്ദർഗഡ് ജില്ലയിലാണ് കേട്ടോ. ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയാണ്. 1959 ഫോം ചെയ്തതാണ്. ഭിലായ് ആണെങ്കിൽ ഛത്തീസ്ഗഡിലാണ്. റഷ്യയുടെ സഹായത്തോടെ ഫോം ചെയ്താണ് ഭിലായ്. റൂർക്കേല ആണെങ്കിൽ ജർമ്മനിയുടെ സഹായത്തോടെ ഫോം ചെയ്തതാണ്. ഇതൊക്കെ അറിയാലോ. ഭിലായ് ആണെങ്കിലും 1959 ഫോം ചെയ്തത്. ദുർഗാപൂർ ആണെങ്കിൽ ബ്രിട്ടൻ്റെ സഹായത്തോടെ 1962 ഫോം ചെയ്തതാണ്. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് അതും കാണപ്പെടുന്നത്. പക്ഷേ 1959 അതിൻ്റെ തറക്കല്ലിട്ട് കേട്ടോ. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അതായത് സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഓടുകൂടി വന്ന ഇരുമ്പുരുക്കശാല എന്ന് പറയുമ്പോൾ ഈ 3 പറയണം. നമ്മുടെ ഭിലായ്, ദുർഗാപൂർ, അതുപോലെ റൂർക്കേല, ഈ 3 പറയേണ്ടത് കേട്ടോ. പിന്നെ അവസാനം വന്നത് ബൊക്കാറോ ആണ്. 1964 നമ്മുടെ റഷ്യയുടെ സഹായത്തോടെ തന്നെയാണ് ജംഷഡ്പൂർ ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്ഥാപിതമായത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശ് ടിബറ്റ്, അത് ഷിപ്കിലയാണ് കേട്ടോ. ഷിപ്കില ചുരമാണ് ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ ഷിപ്കില ചുരമാണ്. ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണെന്ന്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ്
സൗരോർജ്ജം, ജൈവവാതകം, കൽക്കരി, ഭൗമതാപോർജ്ജം. ഇതാണ് പാരമ്പര്യം. അത് കൽക്കരിയാണ് കേട്ടോ, കൽക്കരിയാണ്. അതായത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം ഇതൊക്കെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിൽ വരുന്നത്. പാരമ്പര്യ ഏതരത്തിലാണ് ഈ സൗരോർജ്ജം, ജൈവവാതകം, ഭൗമ താപോർജ്ജം ഒക്കെ വരുന്നത് പാരമ്പര്യ ഏതര ഊർജ്ജ സ്രോതസ്സിലാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചുരങ്ങളെ പറ്റിയിട്ടും ഈ ഊർജ്ജ സ്രോതസ്സുകളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് തരാം. അപ്പം ഈ വീഡിയോയിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു ഊർജ്ജം കിട്ടുള്ളൂ അല്ലേ, കൂടുതൽ പോയിന്റ്സുകൾ കിട്ടാനും അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.